കൊന്നയിൽ. ഇത് വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ഉണ്ണിമിശിഹ ദേവാലയമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പുറത്തോട്ട് ഇറങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആണല്ലോ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 13-ാം തീയതി ഇവിടെ ഒരു അടക്ക് നടന്നു. അന്ന ദിവസം ഈ ബോഡി സംസ്കരിക്കുന്നതിന് വേണ്ടി രാവിലെ കല്ലറ തുറന്നപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ വെളുപ്പിന് 5 മണിക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ അന്ന് കല്ലറ തുറന്നപ്പോൾ ഞങ്ങളുടെ കൈക്കാരന്മാർ 2 പേര്, ഇതുമായിട്ട് സഹായിക്കുന്ന 2 പേര്, പിന്നെ മരിച്ച വ്യക്തിയുടെ ആയിട്ട് ബന്ധപ്പെട്ട 2 പേര്, അങ്ങനെ ടോട്ടൽ 6 പേര് ചേർന്ന് കല്ലറ തുറന്നപ്പോൾ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ, അതെന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, സംശയം തോന്നുന്ന രീതിയിൽ ഒരു പെട്ടിയോട് കൂടെ ചേർന്ന് വേറെ ഒരു പെട്ടി കൂടി, ഒരു ബോഡി കൂടി കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് കൈക്കാരന്മാർ എന്നെ വിളിച്ചറിയിച്ചു. വിളിച്ച സ്പോട്ടിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ആ കല്ലറ സ്ലാബ് ഇട്ട് മൂടി പഴയതുപോലെ തന്നെ വെക്ക്, എന്നിട്ട് വേറൊരു കല്ലറ തുറന്ന് അന്നത്തെ സംസ്കാരം നടത്താൻ പറഞ്ഞു. അതുപ്രകാരം അവരത് കൃത്യമായിട്ട് നടത്തി. ഈ സമയത്ത് ഞാൻ പുറത്തായിരുന്നതിനാൽ ഞാൻ രൂപതയെ വിളിച്ചു. ഇങ്ങനെ ഒരു സംഭവം അതിരൂപതയെ വിളിച്ച് അറിയിച്ചു. അതിരൂപതയിൽ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് ഈ സംസ്കാര ശുശ്രൂഷകൾ മുഴുവൻ നടന്നതിന് ശേഷം എല്ലാവരും, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പോയതിന് ശേഷം അന്ന് തന്നെ നമ്മുടെ സിമിത്തേരി ഗ്രില്ല് ചുറ്റും അടവുള്ള സിമിത്തേരിയാണ്, ഗ്രില്ലിട്ട് സിമിത്തേരി പൂട്ടിയതിന് ശേഷം കൈക്കാരന്മാർ 4 പേര് ചേർന്നിട്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി കൊടുക്കുകയും പിറ്റത്തെ ദിവസം ഞങ്ങൾ ആ പരാതി കൊടുത്തതിൻ്റെ ഒരു റെസിപ്റ്റ് തിരിച്ച് വാങ്ങുകയും ചെയ്തു. ഓക്കെ, ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞങ്ങൾക്കൊരു സംശയം തോന്നി, അത് പോലീസിനെ അറിയിച്ചു. ഇനി അത് ഒരു മൃതശരീരമാണോ, ചിലപ്പോൾ അത് മൃതശരീരം പോലും ആകത്തില്ല, ചിലപ്പോൾ അതിങ്ങനെ പായയിൽ പൊതിഞ്ഞ് എന്തെങ്കിലും ആയിരിക്കും. അത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഇനി പോലീസ് അവർ പരിശോധിക്കും. അവർ കൃത്യമായിട്ട് അതിൻ്റെ അന്വേഷണങ്ങൾ അന്ന് മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നതുകൊണ്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമായിട്ട് അവർ അന്വേഷണമായിട്ട് ഇന്നിവിടെ വന്നു. ഇതിൻ്റെ അന്വേഷണം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ അറ്റ് ദ സെയിം ഡേ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് വേറെ ആരും പറഞ്ഞോ നാട്ടുകാർ പറഞ്ഞോ അല്ല അറിഞ്ഞത്. ഞങ്ങൾക്കാണ് ആദ്യം സംശയം തോന്നിയത്, ഞങ്ങളാണ് ആദ്യം പോലീസിനെ അറിയിച്ചത്. ഇത് പ്രകാരമാണ് മുന്നോട്ട് പോയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നു. ഇത്ര മാത്രമേ അറിയത്തുള്ളൂ. കല്ലറയിൽ നിലവിൽ കല്ലറയിൽ 2 പേരെ സംസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ രജിസ്റ്റർ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. 2006 ഒരെണ്ണം നടന്നിട്ടുണ്ട്, 2015 ഒരെണ്ണം നടന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കല്ലറയുടെ നമ്പറുകൾ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു, ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം നമുക്ക് ആ കല്ലറയിൽ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അന്വേഷണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു ഇടവകയിൽ, ഒരു കല്ലറയിൽ ഇന്നയാൾ അടക്കിയിട്ടുണ്ടോ എന്ന് സംശയമൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇത്രയും ചെറിയൊരു കാലയളവുള്ള ഒരു ഇടവകയാണ്. അതിനാൽ അത് കൃത്യമായിട്ട് ഇന്ന് തന്നെ ഞങ്ങൾക്ക് ബാക്കി ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഞങ്ങൾക്ക് ഇന്ന് കിട്ടും. നിലവിൽ 2 പേരെ അടക്കിയിട്ടുണ്ട്. എന്തോ കേട്ടില്ല. അവർ തീർച്ചയായിട്ടും കടക്കും. അവരതിൻ്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അവർ അത് ഏറ്റവും നല്ല രീതി അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി അന്വേഷണം ഇതുകൊണ്ടാണ് നടത്തുന്നുണ്ട്, പോലീസുകാർ നടത്തുന്നുണ്ട്. ഇതിലിപ്പോൾ സംശയം തോന്നാനുള്ള കാരണം സാധാരണ ഒരു കല്ലറ തുറക്കുമ്പോൾ കാണുന്ന സാഹചര്യം അല്ലല്ലോ ഇത് കണ്ടത് എന്നുള്ളതല്ലേ? സാധാരണ കല്ലറ തുറക്കുന്ന സംശയം തോന്നാൻ ഒരു കാരണമേ ഉള്ളൂ. നമ്മുടെ കത്തോലിക്ക രീതി അനുസരിച്ച് നമ്മൾ സംസ്കരിക്കുമ്പോൾ ഒരു പെട്ടിയുടെ മുകളിൽ വേറൊരു പെട്ടി അടക്കാറില്ല. ആ പെട്ടി ക്രഷ് ചെയ്ത് അതിന് മുകളിൽ അറക്കപ്പൊടി ഇട്ട് വെള്ളത്തുണി വിരിച്ച് ഭംഗിയാക്കിയതിന് ശേഷം മാത്രമേ അടക്കാറുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം കാണാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയത്. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ഞങ്ങൾ അറിയിച്ചത്. പായൽ പൊതിഞ്ഞുള്ള രീതി ഞങ്ങൾക്കില്ല. പക്ഷേ വേറെ കാരണമുണ്ട്. അത് ചിലപ്പോൾ വല്ല പോസ്റ്റ്മോർട്ടം നടന്നു ഒരാൾ, ഞങ്ങൾക്ക് ഇപ്പം ഞാൻ മനസ്സിലായത് പോസ്റ്റ്മോർട്ടം നടന്ന ഒരാൾ ആ കല്ലറ അടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ അയാൾ അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പായൽ പൊതിഞ്ഞ് അടക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് അങ്ങനെയും ആകാൻ സാധ്യതയുണ്ട്. അത് പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കും. പ്ലാസ്റ്റിക് ബാഗിലല്ല, ഫോട്ടോയിലാണ്, പായയിലാണ്, പുൽപ്പായാണ്. ക്രിസ്ത്യൻ ആചാരപ്രകാരം പായയിൽ അടക്കാറില്ല. പക്ഷേ വേറൊരു പ്രത്യേക സാഹചര്യം കൊണ്ട് അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ആയിരുന്നെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരാളുണ്ട് എന്ന് മനസ്സിലായി. അയാളെ അങ്ങനെ ചിലപ്പോൾ അടക്കിയിട്ടുണ്ടാവും. 2015. ഒരുമിച്ച് 2 ബോഡി അങ്ങനെ വരുന്ന ഒരു സാഹചര്യം പൊതുവെ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് സംശയം തോന്നിയത്. ബാഗിൽ പൊതിഞ്ഞിട്ടാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാറില്ലല്ലോ അല്ലേ? ബാഗിൽ പൊതിഞ്ഞിട്ടാണെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. ഓക്കെ, താങ്ക് യു. പിന്നെ ഞങ്ങളല്ലേ ആദ്യം പോയി പരാതി കൊടുത്തത്. അത് ഞങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിയല്ലേ കൊടുത്തത്. എല്ലാ നടപടികളും സഹകരിക്കും. അതിനകത്ത് ഞങ്ങൾക്കല്ലേ ഇത് കൃത്യമായിട്ട് അറിയേണ്ടത്. എങ്ങനെ സംശയം ഉണ്ടോ? ഞങ്ങളുടെ അസംഷൻസ് അതിനകത്ത് ഞങ്ങൾക്കൊരു സംശയം തോന്നി. അത് കൃത്യമായി അതിരൂപതനെ അറിയിച്ചു. രൂപത പറഞ്ഞ് അടിയന്തരമായിട്ട് പോലീസിനെ അറിയിക്കാൻ പറഞ്ഞു. അടിയന്തരമായിട്ട് പോലീസിനെ അറിയിച്ചു. ബാക്കി നിയമപരമായിട്ടുള്ള എല്ലാ പ്രൊസീജിയറും ഭംഗിയായിട്ട് മുന്നോട്ട് അറിയില്ല. ഞങ്ങളുടെ ഒരു ശാന്തമായിട്ട് ഇടവകയാണ്. ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമില്ല.
അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാം അന്തിച്ചു പോയി. ഇത് ഈ പറയുന്ന നാട്ടുകാരും ഞങ്ങളെല്ലാം ഇങ്ങനെ ഇതിങ്ങനെ കേട്ടപ്പോഴത്തേനും ഒന്ന് അന്തിച്ചു പോയി. അത് എന്താണ് എന്നുള്ളത് ബാക്കി എന്നാന്ന് വെച്ചാൽ പോലീസ് അന്വേഷിക്കട്ടെ. ഓക്കെ, താങ്ക് യു.